ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിലി മലയാളം ഡയറക്ടറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണ്. ഇന്ന് പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ മഴയൊക്കെ കണ്ടിട്ടാണ് വീഡിയോ എടുക്കണേ. എനിക്ക് ഇങ്ങനെ അടച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സൗണ്ട് ഓക്കെ ആകും എന്ന് വിശ്വസിക്കുന്നു. നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഡിസ്കവറിയാണ് വന്നിട്ടുള്ളത്. വർക്ക്ഹോളിക്, അക്സെപ്റ്റൻസ്, വിസ്ഡം, കംപ്ലീഷൻ. ഇന്ന് നല്ല എനർജിയാണ് കേട്ടോ. ഇന്ന് വളരെ ഇന്നത്തെ ഗൈഡൻസ് ശരിക്കും പോസിറ്റീവ് ആണ്. എക്സ്പാൻഷൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇന്ന് ആദ്യം കിട്ടിയ കാർഡ് ഡിസ്കവറി ആണ്. ഇതില് നിങ്ങളുടെ ഏറ്റവും നല്ല വെർഷനെ നിങ്ങൾ കണ്ടെത്തുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെ തന്നെ അത് പുതിയതായിട്ട് കണ്ടെത്തുന്നു. ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതിരുന്ന നിങ്ങളെ കണ്ടെത്തുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹം, നിങ്ങളുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ചിലപ്പോൾ പാസ്റ്റിൽ എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നിട്ട് നിങ്ങളത് സീരിയസ് ആക്കാതെ വിട്ടുകളഞ്ഞതായിരിക്കാം. പക്ഷെ ഇന്നത്തെ ദിവസം അത് എന്താണെന്ന്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു സ്പിരിച്വൽ അവേക്കണിങ് എന്റെ സമയമാണ്. അപ്പൊ അതായത് ഒരു നിങ്ങൾ നിങ്ങളെ തന്നെ റിയലൈസ് ചെയ്യുന്ന ഒരു സെൽഫ് റിയലൈസേഷൻ, അങ്ങനെയൊക്കെ പറയാം. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നത്തത്. കാരണം നിങ്ങളുടെ സോള് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്ന ഒരു സമയം കേട്ടോ. ഇത് പുറത്തുനിന്നുള്ള ബ്ലെസ്സിങ് അല്ല ഈ കിട്ടണത്. നിങ്ങളുടെ സോൾ, ഇതിനകത്ത് ഒരു ഔളും ഉണ്ട്. അപ്പൊ അതൊരു ഏറ്റവും ബുദ്ധിയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആ സോള് പറഞ്ഞു തരുന്നു കുറെ കാര്യങ്ങൾ, നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം. ഇപ്പൊ സോൾ എന്ന് പറയുന്നത്, ആ സോളിന്റെ ആഗ്രഹം പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അതൊരു ഗഡ് ഫീലിംഗ് പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാലും ചിലപ്പോൾ നിങ്ങൾ ഇതാണോ എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുകളയുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ അങ്ങനെ വിട്ടുകളഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താണ് എനിക്ക് വേണ്ടത്. ഹീലിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹാർട്ട് ചക്രയാണ്. അപ്പം പാസ്റ്റില് വന്നിരുന്ന നിങ്ങൾക്കുണ്ടായ വേദനകൾ, അതൊക്കെ ഹീലിംഗ് നടക്കുന്നു. ഹൃദയത്തിന്റെ പ്യുവർ ഇന്റൻഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോ ഇന്ന് ഒരു നല്ല ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങള് ഹൃദയത്തിലുള്ള ഭാരമൊക്കെ ഒന്ന് കുറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തോ ഒരു കാര്യം പോയിട്ടുണ്ടല്ലോ എന്നിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം മാറിപ്പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും. കാരണം ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കണത്. നമ്മളുടെ ഹൃദയം എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ലോല ഹൃദയം എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതിയാണ്. നമ്മൾ അതിനകത്ത് അസ്ഥികളോ ഒന്നും തന്നെ ഇല്ല. നമ്മള് ഈ കഠിനമായ കുറെ കാര്യങ്ങൾ, വേദന, ദുഃഖം, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ നമ്മൾ അതിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എത്രമാത്രം ആ ഹൃദയത്തിന് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളെ ഹൃദയമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. പിന്നെ വർക്കഹോളിക്കാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പലരും
ഒരുപാട് മാനസിക ഭാരം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ചുമതലകൾ നിങ്ങളുടെ ചുമലിലുണ്ട് എന്നാണ് കാണുന്നത്. ഇതില് കുറെ ആൾക്കാര് നമുക്ക് വന്നിട്ടുള്ള കുറെ വേദനകളും വിഷമങ്ങളും ഒക്കെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ ജോലിയിൽ മുഴുകുമ്പോ ഈ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നുള്ളതാണ്. പക്ഷെ ജോലി കഴിയുമ്പോ വീണ്ടും അത് നമ്മളുടെ മുന്നിലെ പ്രശ്നങ്ങൾ വന്ന് ഇങ്ങനെ പല്ലിളിച്ചോണ്ടിരിക്കും. ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ മനസ്സുണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതില് കുറെ ആൾക്കാർ ഇത് എനിക്ക് തന്നെ ചെയ്യണമല്ലോ, ഞാൻ തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതെല്ലാം എന്റെ ഭാരം മാത്രമാണല്ലോ. അപ്പൊ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ എല്ലാ ഭാരവും എന്തിനാണ് എനിക്ക് തന്നത് എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാരം നിങ്ങളൊന്ന് ഇറക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം ഇത് ഡിവൈന് സമർപ്പിച്ചു കൊടുക്കുക. ഇതൊന്നും നമ്മളല്ല, നമ്മളൊന്നുമല്ല, അത് മനസ്സിലാക്കുക. ഇതൊന്നും നമ്മളല്ല. അപ്പൊ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരു ശക്തിയുണ്ട്. അതുവഴി നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ അനുഭവിക്കുന്ന എന്ത് കാര്യത്തിനും ഓരോ കാരണമുണ്ട്, ഒരു റൂട്ട് കോസ് ഉണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത് വന്നത് അക്സെപ്റ്റൻസ് ആണ്. ഇതില് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അക്സെപ്റ്റൻസ് ആണ്. ഇതിൽ നിങ്ങൾ ഈ വർക്ക് ഹോളിക് എന്നൊക്കെ ഉള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇതെന്താണ് നിങ്ങൾ ചെയ്യണത്? നിങ്ങളുടെ മുന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട്, അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ കുറെ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആകുന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളെ ബിസിയാക്കി വെക്കുന്നു. നിങ്ങളെ ബിസിയാക്കി വെക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ ബിസിയാക്കി വെക്കുമ്പോ ഈ ഒരു കാര്യം ഒരു ഡൈവേർട്ട് ചെയ്ത് വേറൊരു ഇതിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മള് വിഷമങ്ങളെല്ലാം വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു കാര്യത്തിൽ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോ ഇത് മറന്നു പോകും. അപ്പോ യഥാർത്ഥത്തിൽ ആ മറന്നു പോകലല്ല നമുക്ക് വേണ്ടത്. നമ്മൾ അക്സെപ്റ്റൻസ് ആണ് വേണ്ടത്. എന്താണ്? നമ്മൾ ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഒളിച്ചോടരുത്. എവിടെ നമ്മൾ ഒളിച്ചോടിയാൽ നമ്മൾ എത്ര ദൂരം ഒളിച്ചോടും? നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മള് എവിടെ പോയാലും തിരിച്ച് നമ്മൾ വീണ്ടും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരണം. ഇത് നമ്മളിൽ നിന്നും ഒളിച്ചോടുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു മെസ്സേജ് ആണ്. നമ്മൾ എവിടെയും ഓടേണ്ടതില്ല. നമ്മളുടെ മുന്നിൽ ഇനി എത്ര വലിയ പ്രശ്നങ്ങളാണോ ഉള്ളത്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ആദ്യം. ഈ ഒരു ഇഷ്യൂ എന്റെ മുന്നിലുണ്ട്, ഇത് ഞാൻ ഓവർകം ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം, അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും. അപ്പോ അങ്ങനെ ഒരു ഇതില് ഈ ഒരു സമയമാണ് നിങ്ങളുടെ ആ പാസ്റ്റിലെ പെയിൻ അത് റിലീസ് ചെയ്യാനുള്ള സമയമാണ് കേട്ടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു നിരാശ അത് ഹീൽ ചെയ്യാനുള്ള സമയമാണ്. അത് റിലീസ് ചെയ്ത് കളയണം. നമ്മളുടെ ഉള്ളിൽ കുറെ കാര്യങ്ങളുണ്ട്. അതും വെച്ചിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾ ഇൻവോൾവ്ഡ് ആയെന്ന് വെച്ചിട്ട് അത് നമ്മളിൽ നിന്ന് പോകും എന്ന് വിചാരിക്കരുത്. അത് അവിടെ തന്നെ ഉണ്ടാവും. ഈ റൂട്ട് കോസ് കണ്ടുപിടിച്ച് നമ്മൾ അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഗൈഡൻസ്. നിങ്ങൾ അങ്ങനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. വിസ്ഡം ആണ്. അപ്പോ ഇതില് നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവിച്ച കാര്യങ്ങളൊന്നും അത് വെറുതെ അല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതിൽ നിന്നും വലിയൊരു പാഠമാണ് പഠിച്ചത്. നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ആ വേദനയിൽ നിന്നും ട്രോമയിൽ നിന്നും ഒക്കെ നിങ്ങൾ പഠിച്ച വലിയ പാഠമുണ്ട്. ആ പാഠമാണ് നിങ്ങൾ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിനുള്ള ആ ഒരു ഊർജമാണ് അത് മനസ്സിലാക്കുക. നമ്മളെ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടോ, ചീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ, നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ, ഇതൊക്കെ വേദനയായിട്ട് ഉള്ളിൽ വെക്കാനല്ല. ആ വേദനകൾ നമുക്കൊരു ഊർജമാക്കി എടുക്കാൻ പറ്റണം. അപ്പൊ അത് ഹീലാവും. റിലീസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ ഊർജം കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഹോൾഡ് ചെയ്യാതിരിക്കുക. അപ്പൊ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം സ്ട്രോങ് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതില് ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോ നിങ്ങളുടെ ഹാർട്ടിനെയും നിങ്ങളുടെ ഇൻഡ്യൂഷനെയും രണ്ടും കൂടെ കേൾക്കാൻ ശ്രമിക്കണം. ഇത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴും ഇമോഷൻ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂട്ടാ. അതെങ്ങനെയാണ്? ബുദ്ധി
ഈഗോ കൊണ്ട് ഈഗോ കണക്ട് ചെയ്യും. അങ്ങനെ രണ്ടും ചെയ്യരുത്, രണ്ടും കൂടെ ചെയ്യണം. രണ്ടും നമ്മുടെ ഇമോഷനും വേണം, നമ്മളുടെ ഇൻഡ്യൂഷനും വേണം. ഇത് രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കണം എന്നുള്ളതാണ് കാണുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വരുമ്പോ തന്നെ നമ്മുടെ ഹൃദയത്തോടും കൂടെ ചോദിക്കുക ഇത് ശരിയാണോ. അപ്പൊ നമ്മൾ അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് കിട്ടും. ഇതില് കംപ്ലീഷനാണ്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സൈക്കിൾ തീരുന്നു എന്നുള്ളതാണ്, അത് എൻഡ് ആവുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് റിലേഷൻഷിപ്പ് ആകാം, കരിയർ ആകാം, എന്തും ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റും ആവാട്ടാം, പഴയ ആറ്റിറ്റ്യൂഡും ആകാം. നിങ്ങൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇത് നിങ്ങളെ കണ്ടുപിടിച്ച് ഒരു എനർജി ഉണ്ട് ഇതിനകത്തതാണ്. നിങ്ങൾ പാസ്റ്റിൽ വിചാരിച്ചതേ അല്ല, പാസ്റ്റിൽ ചിന്തിച്ചതേ അല്ല, നിങ്ങൾ വേറൊരു തരത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ ഇതിനൊരു ഈ ഒരു പഴയ ആറ്റിറ്റ്യൂഡിന് ഒരു ക്ലോഷർ വരണമുണ്ട്. അത് വന്നാൽ മാത്രമേ പുതിയത് തുടങ്ങുള്ളൂ. ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആകണം. നമ്മള് പലപ്പോഴും ഇപ്പൊ റിലേഷൻഷിപ്പിലായാലും നമ്മളൊരു ഒരു കാര്യം പൂർത്തിയാകാതെ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ കൂടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും. അത് റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, എന്ത് കാര്യം. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതൊന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരു ക്ലോസർ വരുന്നുണ്ടെന്നാണ് കാണുന്നത്. അങ്ങനെ അങ്ങനെ അത് പൂർത്തിയായാൽ മാത്രമേ പുതിയൊരു ഡോറ് തുറക്കുള്ളൂ കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എക്സ്പാൻഷൻ ആണ് ബോട്ടം എനർജി വന്നത്. ഇപ്പം നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവസാനിക്കുന്നത് എല്ലാം നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന വേദന, ടെൻഷൻ, ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം പുതിയൊരു കാര്യം തുടങ്ങാനും നിങ്ങളെ വളർച്ചയ്ക്കും നിങ്ങളുടേതായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഇനി ചീപ്നെസ്സിൽ സെറ്റിൽ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ ചെയ്യണ്ട, നിങ്ങൾ അങ്ങനെ ചീപ്നെസ്സിൽ സെറ്റിൽ ചെയ്യാനുള്ള ആൾക്കാരല്ല. നിങ്ങൾ വളർന്ന് വലുതായി പന്തലിക്കാനുള്ള ആൾക്കാരാണ്. അതെപ്പോഴും മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഞാൻ ചീപ്നെസ്സിൽ സെറ്റിൽ ചെയ്യൂല, ഞാൻ ബിഗ്ഗർ സ്ക്രീനിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ ശ്രമിക്കണം, കാണാൻ ശ്രമിക്കണം. നമ്മൾ ആദ്യം അത് കാണണം കേട്ടോ. നമ്മളെ മനസ്സിലാണ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പോ അയ്യോ എനിക്കിത് മതി, എനിക്കൊരു 2 വീലർ മതി, അല്ലെങ്കിൽ കാറ് വാങ്ങിയ പെട്രോൾ അടിക്കണ്ടേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കാറ് വാങ്ങിയാൽ പെട്രോൾ അടിക്കാനുള്ള പൈസയും ഉണ്ടാവും നമ്മളേല്. അപ്പോ കാറ് വാങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കണത്. അതുപോലെ എന്ത് കാര്യവും നമ്മൾ ഏറ്റവും നല്ലതായിട്ട് സ്വപ്നം കാണാൻ ശ്രമിക്കുക. അപ്പോ ഇതില് നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്ന് കാണുന്നുണ്ട്, കരിയർ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നിങ്ങള് യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഒരു ഓഡിയൻസിന്റെ ഗ്രോത്തും വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ ചാനലൊക്കെ കാണാനുള്ളൊരു അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോ പൊതുവെ എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു വളർച്ച വരുന്നു എന്നാണ് കാണുന്നത്. ഇതില് നിങ്ങൾ ഈ ഒരു സമയം ഈ ഓവർ തിങ്കിങ്ങും ഓവറായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഞാൻ തന്നെ ചെയ്യണം, ഇത് എനിക്ക് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ചുമലിലാണല്ലോ ഈ ഭാരം എന്നൊക്കെ ഉള്ള ചിന്ത നിങ്ങൾ ഒഴിവാക്കുക. നമ്മൾ പാസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാതെ ഒരിടത്ത് ഒളിച്ചോടിയിട്ട് ഒരു കാര്യമില്ല. പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ, അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത് പാസ്റ്റിൽ പോയി തിരുത്താൻ ഒരിക്കലും ഒരാളിനും പറ്റൂല, ആർക്കും പറ്റൂല. അപ്പം നമ്മൾ എപ്പോഴും സംഭവിക്കാതിരുന്നെങ്കിൽ എന്നാണ് ചിന്തിക്കുന്നത്. ആ സംഭവിച്ചതിനെ എങ്ങനെ ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതല്ല പലരും ചിന്തിക്കുന്നത്. അത് ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ജോലി നഷ്ടപ്പെടാതിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ആൾറെഡി ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യമാണ്. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് അത് വേണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാ. അപ്പോ അത് നിർത്തുക. പാസ്റ്റില് നടന്ന എന്ത് കാര്യം, അത് എത്ര നെഗറ്റീവ് ആകട്ടെ, നമുക്കിപ്പൊ ഗിൽറ്റ് ഫീലിംഗ് തോന്നുന്ന ഒരു കാര്യമാകട്ടെ, നമ്മൾ അത് ആലോചിക്കുമ്പോൾ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ഒരു കാര്യമാകട്ടെ, ഒന്നും വേണ്ട, അത് അക്സെപ്റ്റ് ചെയ്യുക. എന്റെ ജീവിതത്തിൽ ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ്. കാരണം നമ്മൾ കാണുന്ന എല്ലാ ആൾക്കാരും അവരുടെ ജീവിതത്തിൽ പോസിറ്റീവ് സൈഡ് മാത്രമല്ല ഉള്ളത്. അതിനി എത്ര വലിയ ആളിന്റെയും നമ്മൾ അവരുടെ ജീവിതം എടുക്കുമ്പോൾ കുറേയധികം നെഗറ്റീവ്സ് ഉണ്ടാവും അവർക്കും. അപ്പോ
അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നോണ്ടാണ് അവർക്കത് വളരാൻ പറ്റുന്നത്. നമ്മളെപ്പോഴും ആ നെഗറ്റീവ് സൈഡിൽ തന്നെ കടിച്ചു തൂങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു പഴയ സൈക്കിൾ എന്തായാലും ക്ലോസ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പാൻഷൻ വരുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓറക്കിൾ കാർഡ്സ് നോക്കാം. ഇന്നത്തെ നിങ്ങൾക്കുള്ള മെസ്സേജാണ്. ഷീൽഡ് ഓഫ് റെസിലിയൻസ് ആണ് വന്നിട്ടുള്ളത്. ഒരു കാർഡ് കൂടെ എടുക്കാം. സീക്ക് ട്രൂത്ത്. ഇതില് ആദ്യത്തെ കാർഡ് വന്നിട്ടുള്ളത് ഷീൽഡ് ഓഫ് റെസിലിയൻസ് ആണ്. നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതില് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇമോഷണൽ സ്ട്രഗിളിലൂടെ കടന്നുപോയ ആൾക്കാരായിരിക്കാം. ഒരുപാട് നിരാശ, പ്രഷർ, ഇതൊക്കെ വന്നിട്ടും നമ്മൾ തകർന്നു പോയിട്ടില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമ്മൾ അതിലൊന്നും തകർന്നു പോയിട്ടില്ല. പക്ഷേ മാത്രമല്ല, നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ജീവിതത്തിൽ പാസ്റ്റിൽ എന്ത് തന്നെ നടന്നാലും അത് നമ്മൾ സർവൈവ് ചെയ്ത് പുറത്തു വന്ന ആൾക്കാരാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊരു നെഗറ്റീവ് സൈഡ് ഉള്ളത് എന്താണ്? നിങ്ങൾ സർവൈവ് ചെയ്തു, നിങ്ങൾ പുറത്തു വന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുറെയൊക്കെ മാറിപ്പോയി. പക്ഷെ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചത് നിങ്ങൾ ഹൃദയത്തിന്റെ ഒരു ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു നിങ്ങൾ ഇനിയൊരു കാര്യത്തിൽ നിങ്ങൾ ഹർട്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കുറച്ച് ക്ലോസ് ആക്കി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ടെൻഡൻസി ഉണ്ട്. അത് വേണ്ട കേട്ടാ, അങ്ങനെ വേണ്ട. ഹൃദയം ക്ലോസ് ചെയ്ത് വെക്കണ ഒരു എനർജി വേണ്ട, അത് ചെയ്യരുത് എന്നാണ് കാണുന്നത്. ഇതില് സീക്ക് ട്രൂത്ത് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളെ ദൈവം സത്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സെൽഫിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി, നിങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു സമയം വരും എന്നാണ് കാണുന്നത്. ഇപ്പം ഇതില് നമ്മളൊരു ഇല്യൂഷൻ വേൾഡിലാണ് ജീവിച്ചിരുന്നെങ്കിൽ അതൊക്കെ മാറി നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മളിപ്പോ പുറത്തല്ല, ഇതൊന്നും നമ്മള് പുറത്താരോടും അല്ല നമ്മൾ ചോദിക്കേണ്ടത്. നമ്മളോട് ചോദിക്കുക, എനിക്ക് എന്താണ് വേണ്ടത്, എന്റെ സത്യം എന്താണ്, ഈ അനുഭവിച്ച കാര്യങ്ങളുടെ ഒക്കെ റിയാലിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നത്. അത് സ്വയം ചോദിച്ച് നിങ്ങൾ കുറെ പ്രാവശ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഇന്നർ സെൽഫ് അത് പറഞ്ഞു തരും നിങ്ങൾക്ക്. ഇതാണ് കാര്യം. അതൊരു ഗട്ട് ഫീലിംഗ് പോലെ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ പോലെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതില് നിങ്ങൾ കുറെ കാലം ഒരു സർവൈവൽ മോഡിൽ നിങ്ങൾ ജീവിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇനി അതല്ല വേണ്ടത്, ഇനി ഹീൽ ചെയ്യണം. ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞു, ആ ഒരു ഫേസ് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഹീൽ ചെയ്യണം. പിന്നെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. പിന്നെ നമ്മളിങ്ങനെ പൂർണ്ണമായി അടച്ചു വെച്ച്, നമ്മളെ ഹൃദയത്തെ താഴിട്ട് കൂട്ടി അടച്ചു വെച്ച് ജീവിക്കുകയല്ല വേണ്ടത്. നമ്മൾ സത്യം മനസ്സിലാക്കി ആ ഒരു ഫ്ലോയിൽ ജീവിച്ചു പോവുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സത്യം ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കുമായിരിക്കാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അയ്യോ, ശാന്തിനി എന്നോട് പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനേ കുറെ ആൾക്കാർ പേര് പറയണമെന്ന് പറഞ്ഞ് ഞാൻ മറന്നു കൂട്ടാ. ഞാനേ എഴുതി വെക്കാൻ മറന്നുപോയി. അപ്പോ ഇനി ഞാൻ എഴുതി വെക്കാം. ശാന്തിനി പറഞ്ഞിട്ടുണ്ട് എല്ലാം കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ഗൈഡൻസ് കൊണ്ടാണ് അവരുടെ ദിവസം എങ്ങനെ വേണമെന്ന് അവര് പ്ലാൻ ചെയ്യണത് ഇതുകൊണ്ടാണ്. വളരെ യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് എനിക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു. എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ ഉപരി ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഞാനാണ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യണത് നിങ്ങളാണ് എന്നെ പ്രൊമോട്ട് ചെയ്യണത്.
അത് ഇപ്പൊ നിങ്ങള് ഈ ഒരു കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല എങ്കിൽ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആവുമോ, ഇത് ശരിയാണോ ഞാൻ പറയണത് എന്നൊക്കെ. കാരണം നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ എനിക്ക് കൺഫ്യൂഷൻ ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒത്തിരി ആൾക്കാർ എനിക്ക് ദിവസവും കമന്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ ഒരു റീഡിങ് വളരെ ഉപകാരമാണ്, അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിന്ന് കിട്ടുന്നുണ്ട്. ഒരു ജീവിതം ഒരുപാട് ചേഞ്ചിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു മെസ്സേജ് ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നു, എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോടാണ് കടപ്പാട് കൂടുതൽ, എന്നെ ഞാനാക്കിയതിന്, എന്നെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചതിന്. ഇതിപ്പം ഇന്നത്തെ ഒരു വീഡിയോയും നമ്മൾ സെൽഫ് ഡിസ്കവറി ആണ്. അപ്പോൾ യഥാർത്ഥത്തില് എന്നെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചത് ടാരോയാണ്, യൂട്യൂബാണ്, നിങ്ങളാണ്. അതിലെനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. താങ്ക് യു. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഞാൻ യാത്ര ചെയ്ത് വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഈ മന്ത് ലാസ്റ്റ് ഞങ്ങള് ഇവിടെ രാമേശ്വരത്ത് പോകണുണ്ട്. അപ്പോൾ അവിടെ വെച്ച് വീഡിയോ പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാറ്റായിരിക്കും, മഴയായിരിക്കും, അങ്ങനെ പറ്റൂല. ഞാൻ ആ സ്ഥലത്ത് വെച്ചിട്ടൊരു ലൈവ് പോകാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ അത് എത്രമാത്രം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ആ സ്ഥലത്ത് വെച്ച് എനിക്കൊരു ലൈവ് ചെയ്യണം, ആ രാമേശ്വരത്ത് വെച്ചിട്ട്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ലൈവ് ചെയ്യൂട്ടാ. എന്നിട്ട് സമയം പറഞ്ഞുതരാമേ, ഏകദേശ സമയം ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ അവിടെ എത്തുന്ന സമയവും അവിടുത്തെ ഒരു ക്ലൈമറ്റും ഒക്കെ നോക്കണമല്ലോ, എന്നാലല്ലേ പറ്റുള്ളൂ. ഞാൻ പോണേന് മുന്നേ പറയാം. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ കാണണേ, എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.